സർ, ജോർജ് കുട്ടി ബോഡി എവിടെയാ കുഴിച്ചിട്ടെന്ന് അറിയാതെ പറഞ്ഞു. ഒരാൾ സ്റ്റേഷനിൽ വന്നു. അതയാൾ പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പറയൂന്ന് പറഞ്ഞ് സ്റ്റേഷനിലിരിക്കുക. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ? ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ അതിന്റെ പേര്? നീ എവിടെ വെച്ചാ ജോർജ് കുട്ടിയെ കണ്ടത്? അതൊക്കെ പറയാൻ സാറേ, എനിക്കെന്ത് വരും? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിത്തിരി കാശ് വേണം സാർ. എത്ര? ഒരു 5 ലക്ഷം. ഞാൻ പറഞ്ഞില്ലേ തട്ടിപ്പാ കുട്ടികളെ. ഓഗസ്റ്റ് 4-ാം തീയതി വെളുപ്പിന് 3:30-ക്ക് ജോർജ് കുട്ടി ഹൈക്കോർട്ടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സാറേ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനും അളിയനും വഴക്കുണ്ടാക്കുന്ന രാത്രി 12. കൈ കിട്ടിയ കമ്പ്യൂട്ടർ വെച്ച് ഞാനൊരു അടിഞ്ഞു കൊടുത്തു. ആളുണ്ട് പേടിച്ച് ഞാനും കൂടി ആ ഓട്ടത്തിൻ്റെ ഒക്കെ ഇത് കാണുന്നു. ഞാനൊരു തട്ടിപ്പുകാരുണ്ട്. അയാള് സൈക്കിളിലല്ലായിരുന്നു? അല്ല, ജീപ്പിലാണ്. ജീപ്പ് റോട്ടിൽ കിടപ്പുണ്ട്. ആ വണ്ടി കണ്ട് ടൂറിസ്റ്റ് ജീപ്പാന്ന് കരുതി ഞാനൊന്ന് പേടിച്ചായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയും. കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ശരി. ഇതിന് 5 ലക്ഷം രൂപയുണ്ട്. ഇനി പറ, നീ എവിടെയാ ജോർജ് കുട്ടിയെ കണ്ടത്? സാറിയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. സർ, ജോർജ് കുട്ടി ബോഡി എവിടെയാ കുഴിച്ചിട്ടെന്ന് അറിയാതെ പറഞ്ഞു. ഒരാൾ സ്റ്റേഷനിൽ വന്നു. അതയാൾ പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പറയൂന്ന് പറഞ്ഞ് സ്റ്റേഷനിലിരിക്കുക. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ? ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ അതിന്റെ പേര്? നീ എവിടെ വെച്ചാ ജോർജ് കുട്ടിയെ കണ്ടത്? അതൊക്കെ പറയാൻ സാറേ, എനിക്കെന്ത് വരും? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിത്തിരി കാശ് വേണം സാർ. എത്ര? ഒരു 5 ലക്ഷം. ഞാൻ പറഞ്ഞില്ലേ തട്ടിപ്പാ കുട്ടികളെ. ഓഗസ്റ്റ് 4-ാം തീയതി വെളുപ്പിന് 3:30-ക്ക് ജോർജ് കുട്ടി ഹൈക്കോർട്ടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സാറേ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനും അളിയനും വഴക്കുണ്ടാക്കുന്ന രാത്രി 12. കൈ കിട്ടിയ കമ്പ്യൂട്ടർ വെച്ച് ഞാനൊരു അടിഞ്ഞു കൊടുത്തു. ആളുണ്ട് പേടിച്ച് ഞാനും കൂടി ആ ഓട്ടത്തിൻ്റെ ഒക്കെ ഇത് കാണുന്നു. ഞാനൊരു തട്ടിപ്പുകാരുണ്ട്. അയാള് സൈക്കിളിലല്ലായിരുന്നു? അല്ല, ജീപ്പിലാണ്. ജീപ്പ് റോട്ടിൽ കിടപ്പുണ്ട്. ആ വണ്ടി കണ്ട് ടൂറിസ്റ്റ് ജീപ്പാന്ന് കരുതി ഞാനൊന്ന് പേടിച്ചായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയും. കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ശരി. ഇതിന് 5 ലക്ഷം രൂപയുണ്ട്. ഇനി പറ, നീ എവിടെയാ ജോർജ് കുട്ടിയെ കണ്ടത്? സാറിയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ.